ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പാത്രങ്ങൾ വെച്ച് മിനിയേച്ചർ കുക്കിങ് ചെയ്യാമെന്ന് ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇത് പൊട്ടറ്റോയും ഒണിയനും പിന്നെ കുറച്ച് ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും പിന്നെ സാൾട്ടുമാണ് ഉള്ളത്. പിന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ ഇടാനാണ് കുറച്ച് അച്ചിങ്ങയും സവോളയും കൂടെ ശകലം ഉപ്പിട്ട് പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് ഇടാനാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്പൂണാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ സെറ്റാക്കും. നമ്മുടെ അടുപ്പൊക്കെ ഇതേ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. കത്തിച്ച് തരും അമ്മ. അപ്പോൾ ഈ കുടത്തിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ഒരു കരിയേപ്പിലത്തണ്ടും കൂടെ വേണം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ തോട്ടത്തിൽ നിന്നൊരു കരിയേപ്പിലത്തണ്ടും ഞാൻ പറിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ശകലം കടുകാണ്. ഫസ്റ്റ് തന്നെ ഇതാ നന്നായിട്ട് തീ കൊടുക്കണം. ശരിക്കും കത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അമ്മ നേരെ കത്തിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശകലം കുറച്ചായിരുന്നു ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ശകലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ശകലം കടുക്, ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം എന്താ പൊട്ടുന്ന വരെ നമ്മൾ കാത്തിരിക്കണം. ചുമ്മാ ഇളക്കി കൊടുത്താണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയ എണ്ണ കുറവാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശകലൂടെ എണ്ണ ഒഴിച്ചേക്കാമെന്ന്. അപ്പോൾ ശകലൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കടുകൊക്കെ നല്ല ചൂടായിട്ട് പൊട്ടി വരുന്നുണ്ട്. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കാൻ ശകലം പാടാണ്. മിനിയേച്ചർ കുക്കിംഗ് അല്ല, കുറച്ച് എൻ്റെ കയ്യിൽ അടുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചാൽ നമ്മുടെ ഒരു കരിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലൊന്നും തെറിക്കരുത്. എന്താ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാ പൊട്ടറ്റോ മിക്സ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ കുടത്തിൽ എടുത്തു വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശകലം മതി കേട്ടോ, തുള്ളി. അത് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ എല്ലായിടത്തും പറ്റുന്ന രീതി ഒഴിച്ചാൽ മതി. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അണഞ്ഞു പോകുന്നുണ്ട് തീ. അത് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കും. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് നേരം കൂടുമ്പോൾ അതിനെ പൊക്കി നോക്കണം. അല്ലെങ്കിൽ ഒത്തിരി തീ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇതിന് ശകലം വെള്ളം വറ്റാനുണ്ട്. ഇത് ശകലം വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശകലം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അതെങ്കിലും നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ശേഷം എന്തോ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് അല്ല, സോറി, അച്ചിങ്ങയും സവോളയും ഉള്ളതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മൊത്തം ഇടുന്നില്ല, ഞാൻ ഒറ്റക്കൈയിൽ ചെയ്യുന്നതായതുകൊണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാടുപെട്ടിട്ടാണ് ഇത് കത്തിക്കുന്നത് കേട്ടോ. ശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് നേരം വെക്കണം വേവാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊക്കി നോക്കാം. പൊക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ശകലം വെള്ളം കൂടി ഉണ്ട്. അതും കൂടെ വറ്റിയിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് എടുക്കാൻ സെറ്റായെന്നർത്ഥം. അപ്പോൾ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. ശകലം റെഡി ആയിട്ടുണ്ട്. നല്ല മണം കേട്ടോ, അടിപൊളി. നമ്മൾ വീട്ടിൽ ശരിക്കും അടുക്കള ഉണ്ടാക്കുന്ന പോലെയാണ്. ഞാനിപ്പോൾ വെളിയിൽ വെച്ച് പുറകുവശത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ടാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സാധനമാണ് ഞാൻ എടുക്കുന്നത്. ഇത് അടുക്കള എല്ലാവരുടെ വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇതേപോലെ പാത്രത്തിൽ പിടിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് എടുത്തു കൊടുക്കാം. പതിയെ എടുക്കണം കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ എടുത്ത് താഴോട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്പൂണ് മാറ്റിക്കൊടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്. കമൻറ്റ് ഒക്കെ ഇടുക കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് ആരും കമൻറ്റ് ഇടുന്നില്ല. 2-3 കമൻറ്റൊക്കെ ഇട്ടിട്ടുള്ളൂ. വിഷുവിൻ്റെ തലേ ദിവസത്തിന് ഒരു ആരാന്നറിയില്ല ഇട്ടായിരുന്നു. ക്യൂട്ട് വെള്ളരിക്ക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നൈസ് വെള്ളരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ മറ്റേതിന്
ഒത്തിരി വ്യൂ കയറിയതിന് ടുട്ടിട്ട് വലിക്കുന്നതിൻ്റെ. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉള്ള അടിപൊളിയാട്ടോ. എന്നാ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ. ഇതാ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.